മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെക്കി. മക്കളെ, നമ്മളെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിനകത്തെ ഏറ്റവും അതിമനോഹരമായ ഭംഗിയുള്ളൊരു ചാപ്റ്ററാണ് സ്പെറിക്കൽ മിറർ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ കോൺകേവും കോൺവെക്സും മിററുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിററും കോൺകേവ് മിററും. അപ്പോൾ അതിനകത്ത് ഇമേജുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു, ആ ഇമേജുകൾ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് റേ ഡയഗ്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ റേ ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് നിയമങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ നിയമങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചിത്രങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരച്ചു പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് മാർക്കും സ്കോർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള കുറച്ച് ആ നിയമങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പം മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ ആവാഹിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ റെഡി അല്ലടാ? ഓക്കെ, നോക്കിയോളൂ. ആദ്യത്തെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ ഒരു ചിത്രത്തിലേക്ക് നോക്കി. ഇതൊരു കോൺകേവ് ആണ്, എല്ലാവർക്കും അറിയാം. ഇതൊരു കോൺവെക്സ് ആണ്. രണ്ടും ഒരുമിച്ച് പറയുകയാണ് ഞാൻ. അപ്പോൾ കോൺകേവ് ആവുമ്പോൾ ഒരു കോൺകേവ് മിറർ എടുത്തു. ഇതിന്റെ സെന്ററിലൂടെ ഈ വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയാ? പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ആ മുഖ്യ അക്ഷം കടന്നു പോകുന്ന പോളിലൂടെയും അതേപോലെ തന്നെ ഫോക്കസിലൂടെയും അതേപോലെ തന്നെ കേന്ദ്രം, വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. അപ്പൊ ഇതിലൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് ചിത്രത്തിലേക്ക് നോക്കി നോക്കുങ്ങൾ. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഒരു ലൈറ്റ് വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ശേഷം അത് എപ്പോഴും ഏതിലൂടെ പാസ് ചെയ്യുന്നു? ഫോക്കസിലൂടെ പോകുന്നു. ഇതാണ് ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഇത്ര ഉള്ളൂ. എന്താണ്? ഇതങ്ങനെ പാരലായിട്ട് വന്നാൽ അത് ഏതിലൂടെ പാസ് ചെയ്യണം? ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. ഏതിലൂടെ പാസ് ചെയ്യുന്നു? ഫോക്കസിലൂടെ. അപ്പോൾ ഞാനിവിടെ ഒരു ആരോ മാർക്കും കൊടുത്തു. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു ചിത്രത്തിന്റെ പകുതി തരും, നമ്മളോട് കംപ്ലീറ്റ് ആക്കാൻ പറയും. അപ്പോൾ പാരലായിട്ട് വന്നാൽ അത് ഏതിലൂടെ പോകണം? ഫോക്കസിലൂടെ വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു. അപ്പോൾ when a ray of light falling parallel to the principal axis after reflection passing through ഏതാണ്? ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോ കോൺകേവിന്റെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതേപോലെ തന്നെ കോൺവെക്സിന് കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ കോൺവെക്സിന് ഇതാ ഞാൻ അവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതൊരു കോൺവെക്സ് മിറർ. എങ്ങനെയാണ് കോൺവെക്സ് മിറർ എന്ന് മനസ്സിലായത്? ഒന്ന് പറയൂ. അതന്നെ, എന്താണ്? ഉൾഭാഗത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് തട്ടിയാൽ റിഫ്ലക്ട് ചെയ്യുന്ന കർവ്ഡ് ഔട്ട്വേർഡ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റ് പാരലായിട്ട് വന്നു. കോൺവെക്സിൽ എന്താ സംഭവിക്കുക? ഇത് പുറത്തേക്ക് ഇങ്ങനെ അകന്നു പോകുന്നു. കണ്ടോ എന്താ സംഭവിച്ചത്? ഇവിടുന്നൊരു ലൈറ്റ് വന്നാൽ ഇതിങ്ങനെ പുറത്തേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ എവിടെ നിന്ന് പോകുന്നതായിട്ട് സങ്കല്പിക്കുന്നു? ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കുന്നു. ഇവിടെയുള്ള ഈ ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കുന്നു. ഇതൊരു ഇമേജിനറി ആണ്, അതായത് ഇമേജിൻ ചെയ്യണം, നമ്മൾ സങ്കല്പിക്കണം. അതുകൊണ്ട് ഇത് റിയൽ ഫോക്കസ് അല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നിയമം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞേക്കാം. അപ്പൊ ആദ്യത്തെ നിയമം നിങ്ങൾ സെറ്റാണോ? ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ. അത് കോൺവെക്സിലാണെങ്കിൽ പാരലായിട്ട് വന്നാൽ എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ഈ ഒരു പോയിന്റ് നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഡോട്ട് കൊടുത്ത്. ചില കുട്ടികൾക്ക് വിചാരിക്കുക, സാർ എന്തിനാണ് ഡോട്ട് കൊടുത്ത്? എടാ, ആ കോൺവെക്സിലൂടെ തുളച്ചാണെങ്കിൽ കൂടെ ലൈറ്റ് പോവോ? ഇല്ല. അപ്പൊ നമ്മൾ സങ്കല്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡോട്ട് കൊടുത്തത്. പക്ഷെ ഇവിടെ ലൈറ്റ് ശരിക്കും പോകുന്നുണ്ട്. അപ്പൊ കോൺവെക്സിന്റെ മനസ്സിലായോ? കോൺകേവിന്റെ കോൺവെക്സിന്റെ മനസ്സിൽ എന്താ നിങ്ങൾ പഠിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് എന്താ? പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ. കോൺവെക്സിലാണെങ്കിൽ പാരലായിട്ട് വന്നാൽ എന്ത് ചെയ്യുന്നു? ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നു. അപ്പൊ ഈ രണ്ട് ചിത്രം ആദ്യത്തെ പഠിക്കാം. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ പഠിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഫോക്കസിലേക്കാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അത് പാരലായിട്ട് പോകും. കണ്ടോ നോക്ക്, എവിടെ എന്താണ്? പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ, അങ്ങേക്ക് ഫോക്കസിലൂടെ വന്നാൽ പാരലായിട്ട്. അപ്പൊ ഒന്ന് പഠിച്ചാൽ തന്നെ അടുത്ത 4 നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ നോക്കുക, ഫോക്കസിലൂടെ വന്നാൽ പാരലായിട്ട് പോകുന്നു, ഇവിടെ ഇങ്ങനെ പാരലായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെയും ഫോക്കസിലേക്ക് വരുന്നു വിചാരിക്കുക. അപ്പൊ അത് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ പാരലായിട്ട് പോകുന്നു. അതാണ് നമ്മൾ. അപ്പൊ കോൺകേവിന്റെയും കോൺവെക്സിന്റെയും അടുത്ത 2 നിയമങ്ങൾ പഠിച്ചു അറിഞ്ഞോ? വരൂ, കാണൂ, കേൾക്കൂ, പഠിക്കൂ. ഇതാ നോക്കിക്കോൾ. എന്താണ്? ഇതാ ഇങ്ങനെ ഫോക്കസിലേക്ക് വന്നാൽ പാരലായിട്ട് പോകുന്നു, ഇനി പാരലായിട്ട് വന്നാൽ ഫോക്കസിലേക്ക് പോകുന്നു, പാരലായിട്ട് വന്നാൽ ഫോക്കസ് അകന്നു പോകുന്നു. ഇപ്പൊ 4 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി അടുത്തൊരു കാര്യം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. സി എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്.
സെന്ററിലൂടെ ഒരു ലൈറ്റ് വന്നാൽ ഇവിടെ നോക്കിയാൽ കറക്റ്റ് ലംബമായിരിക്കും, നോർമലായിട്ടും വരിക. ഒരു ടോർച്ച് എടുത്ത് നമ്മൾ നേരെ കണ്ണാടിയിലേക്ക് അടിച്ചാൽ അതേപോലെ തന്നെ തിരിച്ചു വരും. അതേപോലെയാണ് ഇവിടെ വരിക. അപ്പൊ സിയിലേക്കാണ് ഒരു ലൈറ്റ് വരുന്നതെങ്കിൽ അത് സിയിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്തു പോകുന്നു. അപ്പൊ നിങ്ങൾ അവിടെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യണം, ഒരു ആരോ മാർക്ക് കൊടുക്കണം. ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പരീക്ഷയ്ക്ക് നിങ്ങൾ വരുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് വീണ്ടും ഒരു കുട്ടി എന്ത് സ്കെയിൽ വെച്ച് അങ്ങോട്ട് വരച്ചു, അവിടെ കാര്യമുണ്ടോ? ഇല്ല. അവിടെ ആരോ മാർക്ക് ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അപ്പൊ സിയിലൂടെ ഒരു ലൈറ്റ് വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ സിയിലൂടെ തന്നെ പോകുന്നു. എന്താണ്? സിയിലൂടെ ഒരു ലൈറ്റ് വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ സിയിലൂടെ തന്നെ പോകുന്നു എന്ന് ജസ്റ്റ് ഓർത്തേക്ക്. അപ്പൊ സിയിലേക്ക് വന്നാൽ സിയിലൂടെ തന്നെ പോകും. അതൊരു നിയമമാണ്, നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത്, അപ്പൊ കോൺവെക്സിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ കോൺവെക്സ് മിററിനകത്തേക്ക് നോക്കൂ, സിയിലേക്ക് ഒരു ലൈറ്റ് വന്നു, അത് സിയിലൂടെ തന്നെ പോവും. സിയിലേക്ക് ഒരു ലൈറ്റ് വന്നാൽ അത് സിയിലൂടെ തന്നെ പോവും. കോൺവെക്സിലും അപ്പൊ സിയിലൂടെ ലൈറ്റ് വന്നാൽ സിയിലൂടെ തന്നെ പോകുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓർത്തു വെക്കണം, പഠിച്ചു വെക്കണം. അപ്പൊ അടുത്ത മൂന്നാമത്തൊരു നിയമമാണ്. അപ്പൊ നോക്കുക, 1, 2, 3, 6 നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ലോണ് നമ്മൾ പഠിക്കുന്നത്, പോളിലേക്കാണ് ഒരു ലൈറ്റ് വരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയാം. അപ്പൊ അത് 2 ആംഗിളും ഈക്വൽ ആണെന്ന് മതി. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും, പതനക്കോണും പ്രതിഫലന കോണും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആ രൂപത്തിലാണ് ഇത് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുന്നു, ഇതാ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉള്ള കോണിനെ പതനക്കോൺ ഐ എന്ന് പറയുന്നു. അപ്പൊ ഐ എന്ന് കേട്ടാൽ എന്താണ്? പതനക്കോണാണ്. ഇവിടെ ഉള്ള കോണിനെ ഞാൻ 6 എന്ന് കൊടുത്തു. 6 എന്ന് കൊടുത്താൽ പ്രതിപതനക്കോൺ, അതായത് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും. അപ്പോൾ ഈ ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഐ ഈക്വൽ ടു ആർ. ഇവിടെ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഒരു 30 ഡിഗ്രി, ഇവിടെ ഒരു 10 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഒരു 10 ഡിഗ്രി. അപ്പൊ അവിടുത്തെ ആംഗിൾ എത്രയാണോ അതിനനുസരിച്ചായിരിക്കും അവിടെയും കിട്ടുക. അപ്പൊ ഇതേപോലെ തന്നെ ഏതിലും വരും, കോൺവെക്സിലും. പോളിലേക്ക് ഒരു ലൈറ്റ് വന്നാൽ ഇതാ ഇങ്ങനെ പോകുന്നു, ഇതാ ഇങ്ങനെ പോകുന്നു, ഇതാ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഐയും ഇവിടുത്തെ ആംഗിൾ ആറും എപ്പോഴും എന്തായിരിക്കും? ഐ ഈക്വൽ ടു ആർ. അപ്പൊ പതനക്കോണും പ്രതിപതനക്കോണും എപ്പോഴും തുല്യമായിരിക്കും. അങ്ങനെ ഓർത്തേക്ക്, ഒരു കോൺവെക്സിന്റെ പോളിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുന്നു? അതേപോലെ തന്നെ കോൺവെക്സിന്റെയും കോൺകേവിന്റെ സിയിലൂടെ വന്നാൽ എന്ത് സംഭവിക്കുന്നു? അതേപോലെ തന്നെ ഫോക്കസിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുന്നു? അതേപോലെ തന്നെ പാരലായിട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ 1, 2, 3, 4, അതായത് 8 നിയമങ്ങൾ. കോൺകേവിൽ 4 കോൺവെക്സിൽ 4, അങ്ങനെ 8 നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി ഈ നിയമങ്ങൾ ഇതിനകത്തിൽ ഏതൊരു 2 റേ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിത്രം കംപ്ലീറ്റ് ആക്കുക. അപ്പൊ ഇത് പഠിച്ച ഒരാൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇത് പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ? സെറ്റ് ಮಾಡುದು.